അനുപമേ, കോട്ടയം നസീറിനോട് ചാണ്ടിയുമ്മൻ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഒരു വാർത്തയിൽ കണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, എന്റെ അപ്പയെ ഇനിയും നിങ്ങൾ അനുകരിക്കണം. നമ്മളെല്ലാവരും കേട്ടതാണ്. കോട്ടയം നസീർ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ പറഞ്ഞിരുന്നു, ഇനി ഉമ്മൻചാണ്ടി സാറിന്റെ സൗണ്ട് ഞാൻ അനുകരിക്കില്ല എന്ന് കോട്ടയം നസീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടി എന്നോണമാണ് ചാണ്ടി ഉമ്മൻ, എനിക്കുള്ള ഇന്നോ ഇന്നലെയോ നടന്നൊരു പരിപാടിയാണത്, അവിടെ വെച്ചൊരു സിനിമയുടെ എന്തോ പൂജയോ എന്തോ ആണ്, അവിടെ വെച്ച് കോട്ടയം നസീറിനെ കണ്ടപ്പോൾ കോട്ടയം നസീറിനോട് പറയാണ്, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്, എന്റെ അപ്പയെ അനുകരിക്കുന്നത് നിർത്തരുത്, ഇനിയും ആ സൗണ്ട് നിങ്ങൾ അനുകരിക്കണം, എനിക്ക് വേണ്ടി ഇപ്പൊ ഒന്ന് ആ സൗണ്ടിൽ സംസാരിക്കൂ എന്ന് കോട്ടയം നസീറിനോട് ചോദിക്കുന്ന കാഴ്ച. അതല്ലെങ്കിൽ അത് നിർത്തരുത്, എന്റെ അപ്പയെ ഒരുപാട് പേർ ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട്, അവരെ സംബന്ധിച്ച സൗണ്ട് കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അവിടെ നിങ്ങൾ ഇനിയും വേദികളിൽ അത് അങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ അപ്പയെ അനുകരിക്കണം എന്ന് ചാണ്ടിയമ്മൻ പറയുകയാണ്. ഒരു മകന്റെ സ്നേഹമാണ്, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് തന്റെ അപ്പയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു മകനത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതല്ലെങ്കിൽ അയാളെ സ്നേഹിക്കുന്നവർക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു വലിയൊരു മെസ്സേജാണ് ചാണ്ടിയമ്മൻ പറഞ്ഞു വെക്കുന്നത്. ഈ മിമിക്രി കലാകാരന്മാർ പൊതുവെ ഇത്തരത്തിൽ ഒരുപാട് പേര് സൗണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കത് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി കാണുമെങ്കിലും ശരിക്കും അവർ ഇല്ലാണ്ട് ആകുമ്പോൾ പിന്നെ നമ്മൾ അവരിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കത് വലിയൊരു ഇമ്പാക്ട് തരുന്നൊരു അവസ്ഥയില്ലേ. അവര് ആക്ച്വലി അനശ്വരമായി നിലനിൽക്കുകയാണ്, അവർക്ക് നാശമില്ല, അല്ലെങ്കിൽ അവർ മരിക്കുന്നില്ല. അവർ ഫിസിക്കലി മരിച്ചാലും അവരുടെ ശബ്ദത്തിലൂടെ, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ അവരുടെ ശബ്ദം അനുകരിക്കുന്നതിലൂടെ അവർ വീണ്ടും നിലനിൽക്കുകയാണെന്നുള്ളത്. നമുക്ക് ഇപ്പോഴും പ്രേം നസീറിനെ അനുകരിക്കുന്നവർ ഒട്ടേറെ പേരുണ്ട്. ജയറാം അടക്കം അദ്ദേഹത്തെ അനുകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ എത്ര നടന്മാർ, എത്ര നടിമാർ, മരിച്ചു പോയവരെയും മരിച്ചു പോകാത്തവരെയും അനുകരിക്കുക. ഷീലയെ അനുകരിക്കുന്ന ഒരുപാട് ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. അപ്പം ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഇവര് ലൈവായിട്ട് അത് കേട്ടിരിക്കുകയാണെങ്കിൽ, അതായത് ആരെയാണോ അവതരിപ്പിക്കുന്നത് അവരത് ലൈവായി കേട്ടിരിക്കുമ്പോൾ അവര് വരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടിനെ അനുകരിക്കുമ്പോൾ മമ്മൂട്ടി വേദിയിൽ ഇരുന്നിട്ട് ഭയങ്കരമായി അത് ആസ്വദിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ടോവിനോടൊരു വീഡിയോ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ടോവിനോട് സൗണ്ട് ഒരു മിമിക്രി കലാകാരൻ ചെയ്യുമ്പോൾ ടോവിനോ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി ആ കലാകാരനെ നോക്കിയിരിക്കുന്നത്. ആക്ച്വലി അത് വലിയൊരു ഭാഗ്യമാണ്. അതെ, ആളുകൾ നമ്മളെ നന്നായി നിരീക്ഷിക്കുന്നുണ്ട്, അവർക്ക് നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നല്ല രീതിയിൽ നമ്മളെ ഒബ്സർവ് ചെയ്തിട്ട് അത് അവർ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളോട് ഹേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഹേറ്റഡ് ആണ് നമ്മളോടുള്ളതെങ്കിൽ അവർക്ക് ഒന്നുകിൽ അത് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ അതിനെ മോശമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കും വിധത്തിലൊക്കെ ചെയ്യാം. അത് അങ്ങനെയല്ലല്ലോ അവർ ചെയ്യുന്നത്. നമ്മളോട് സ്നേഹമുണ്ട്, നമ്മൾ ചെയ്ത ഏതെങ്കിലും സിനിമയിലെ ഒരു രംഗം എടുത്ത് അഭിനയിച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ ആ രംഗത്തിൽ നമ്മൾ പറഞ്ഞ ഡയലോഗ് എടുത്ത് അവരേറ്റ് പറഞ്ഞ് അത് നമ്മളായി തന്നെ അവരവിടെ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം വരും. ശില്പ ആലോചിച്ച് നോക്കി, ഇപ്പൊ ശില്പ വാർത്ത വായിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുക, ശില്പയെ പോലെ അതേ സൗണ്ടിൽ സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ശില്പ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അതാണ് നമ്മൾ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എല്ലാത്തിനും അപ്പുറത്തേക്ക് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ബാക്കിലെടുത്തൊരു വീഡിയോ ഉണ്ട്, എനിക്ക് ആ കുട്ടിയുടെ പേര് ഓർമ്മയില്ല, ഒരു ആൺകുട്ടിയാണ്, അവൻ ബാലയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ബാലയെ വിളിച്ച് അങ്ങനെ സംസാരിക്കുന്നത്. സോ ബാല അതിനെ സ്വീകരിക്കുന്ന രീതി, അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട്. എനിക്ക് ഈ മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ടച്ചിങ് ആയി തോന്നിയ ഒരു വീഡിയോ ആണ് സുധി. കോമഡി ഉത്സവത്തിലൂടെ എല്ലാം ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരാളാണ് സുധി. സുധിച്ചേട്ടന്റെ സൗണ്ട്, സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം ഒരു കലാകാരൻ ഈ എനിക്കൊരു മഴവിൽ മനോരമയുടെ തന്നെ ഒരു വേദിയിൽ നിന്നിട്ട് അനുകരിക്കുകയാണ്. ആ സൗണ്ട് കേൾക്കുമ്പോൾ നോബി അടക്കമുള്ള കലാകാരങ്ങൾ കരയുകയാണ്. കാരണം അവർക്ക് അത്രത്തോളം ടച്ചിങ് ആണ്. സുധി എന്ന് പറയുന്ന മനുഷ്യൻ അകാലത്തിൽ പൊളിഞ്ഞുപോയ ഒരു കലാകാരനാണ്, ആരും പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു മരണമാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ സൗണ്ട് വീണ്ടും കേൾക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല, കഴിഞ്ഞു പോയി അത്. അല്ലെങ്കിൽ പഴയ വീഡിയോസ് കാണണം. അപ്പോഴും അദ്ദേഹം നമ്മളോട് ലൈവായിട്ട് സംസാരിക്കുന്നില്ല. എന്താ നോബി സുഖമാണോ എന്ന് ചോദിക്കില്ല സുധി പിന്നീട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മരിച്ചു പോവാണെങ്കിൽ അനുഭവമ്പോൾ പിന്നെ എന്റെ വീഡിയോസിൽ അനുഭവിക്കാൻ എന്നെ കാണാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാൻ പറ്റും. പക്ഷെ എന്താ മോളെ സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നത് പിന്നീട് കേൾക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷെ ഒരു മിമിക്രി കലാകാരൻ അത് ചെയ്യുമ്പോൾ നമ്മളെ എത്രത്തോളം നമ്മളെ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ പലരും ആഗ്രഹിക്കാറുണ്ട് ഒരു വട്ടം കൂടി സൗണ്ട് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെടുകയാണ് ഇത്തരം കലാകാരന്മാരിലൂടെ എന്നുള്ളതാണ്. ഇതേ കലാകാരൻ എനിക്കൊരു സുധിച്ചേട്ടന്റെ വൈഫിനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. വളരെ ഇമോഷണൽ ആയിട്ടാണ് അവരത് കേൾക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രഷ്യസ് മൊമെന്റ്സിൽ ഒന്നായിരിക്കും ആ ഒരു സംസാരം എന്ന് പറയുന്നത്, അല്ലെ? കാരണം ഇനി ഒരിക്കലും തന്നെ വാവയെന്ന് വിളിക്കില്ല എന്ന് വിചാരിച്ച സൗണ്ടിൽ നിന്ന് വീണ്ടും ആവേന്ന് കേൾക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അതേപോലെ തന്നെയായിരുന്നു
ഈ ഉണ്ണിക്കണ്ണൻ അതെ അദ്ദേഹത്തിന്റെ വീഡിയോയിനകത്ത് നമ്മൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയ സമയത്ത് അവരുടെ പാരന്റ്സ് അടക്കം സംസാരിച്ചതാണ്. അദ്ദേഹത്തെ പ്രാങ്ക് ചെയ്യാനാണെങ്കിൽ പോലും ആ വിജയുടെ സൗണ്ടില് ഒരാൾ വിളിച്ച് സംസാരിച്ചപ്പോ അദ്ദേഹം ഭയങ്കരമായിട്ട് കോരിത്തരിച്ചത്. ആ ഇന്റർവ്യൂവിനെ നമ്മൾ എല്ലാവരും വിമർശിച്ചതാണ്. എനിക്ക് നമ്മൾ വിമർശിച്ചിട്ടില്ല, പക്ഷെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട് ആ ഇന്റർവ്യൂവിനെ. പൊട്ടനാക്കുവാണോ അയാളെ? പക്ഷെ ആ ഇന്റർവ്യൂ ആക്ച്വലി പ്ലാൻഡ് ആയിരുന്നു എന്ന് പിന്നീട് ഉണ്ണിക്കണ്ണൻ പറഞ്ഞതാണ്, അതിന്റെ ആങ്കർ പറഞ്ഞതാണ്, എല്ലാവരും പറഞ്ഞതാണ്. ഉണ്ണിക്കണ്ണനെ അറിയാമായിരുന്നു അത് ഒരു കലാകാരന്റെ സൗണ്ട് ആണെന്ന് ഉണ്ണിക്കണ്ണനെ അറിയാമായിരുന്നു. പക്ഷെ ഉണ്ണിക്കണ്ണനെ സംബന്ധിച്ചതാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഇപ്പൊ ചെന്നൈയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അത്രയും കടുത്ത ആരാധനയാണ് വിജയോട് ഉണ്ണിക്കണ്ണനുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ ഉണ്ണിക്കണ്ണ എന്ന് വിളിക്കുന്നത് കേൾക്കുക എന്ന് പറയുന്നത് ഉണ്ണിക്കണ്ണനെ സംബന്ധിച്ച് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് തന്നെയാണ് ഉണ്ണിക്കണ്ണന്റെ അനുഭവം. പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ പോയപ്പോ അച്ഛനും അമ്മയും അടക്കം പറഞ്ഞു ആ സൗണ്ടിൽ ഞങ്ങളോട് സംസാരിച്ചു. അവർക്കത് വലിയ കാര്യമാണ്. നമ്മൾക്ക് പുറത്തു നോക്കുമ്പോൾ ഉണ്ണിക്കണ്ണനെ പറ്റിച്ചു, അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഉണ്ണിക്കണ്ണനെയും ഫാമിലിയൊക്കെ സംബന്ധിച്ച് അത് വലിയ കാര്യങ്ങളാണ്. സോ ഇത്തരം കലാകാരന്മാരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവരുടെയൊക്കെ വീണ്ടും കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോ അനുഭവം നേരത്തെ പറഞ്ഞ പ്രേം നസീർ, അല്ലെങ്കിൽ ജയൻ, അങ്ങനെ ഒരുപാട്, കൊച്ചിൻ ഹനീഫ, ഇന്നസെന്റ്, ഇവരൊക്കെ സൗണ്ടുകൾ വീണ്ടും ഭയങ്കര ലൈവായിട്ട് നമ്മൾ കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് കൊണ്ടുപോകുന്ന ഓർമ്മകളുണ്ട്. എത്രയോ ഓർമ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അവരുടെ ഒരു സിനിമയുടെ ഒരു ചെറിയ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിങ്സ് നമ്മൾ ഈ പഴയ, അതായത് മറ്റേ എന്താണ് സതയം അല്ലെങ്കിൽ മറ്റേ സന്ദേശം പോലത്തെ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത്, മീൻസ് ആ ഒരു ടൈമില്, അല്ലെങ്കിൽ ആ സിനിമ, ഇപ്പൊ സന്ദേശം സിനിമ നമ്മൾ എടുത്ത് കാണുകയാണെങ്കിൽ ഇപ്പൊ എന്റെ അച്ഛനൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സിനിമ ടിവിയിലൊക്കെ കണ്ടോണ്ടിരിക്കുമെന്ന് പറയും. ഏതെങ്കിലും ഒരു സീനൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിൽ ആ സിനിമയില് ഇന്നസെന്റ് ഉണ്ട്, മാമുക്കോയ ഉണ്ട്, പിന്നെ തിലകനുണ്ട്, കവിയൂർ പൊന്നമ്മയുണ്ട്, അപ്പൊ ഇവരെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ട്. ഇവരെല്ലാരും കൂടെ ഉള്ള ഒരു സീൻ എത്തുമ്പോ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു, പക്ഷെ ഒരു മനുഷ്യനും ഇപ്പൊ ഇല്ലല്ലോ, എല്ലാവരും എന്തുമാത്രം സന്തോഷിച്ച്, അവരുടെ എത്ര നല്ല സിനിമകൾ എല്ലാവരും, കുതിരവട്ടം പപ്പു, ഇവരെല്ലാരും കൂടെ ഒരൊറ്റ മനുഷ്യൻ ഇപ്പൊ ഇല്ലല്ലോ. അത് അവർക്ക് ഭയങ്കര ഫിലിം എന്തൂസിയാസ്റ്റിക് ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അച്ഛനൊരു സാധാരണ മനുഷ്യനാണ്, എല്ലാവരെയും പോലെ സിനിമ കാണുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നിട്ട് അച്ഛന് അത്രത്തോളം വിഷമം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളിൽ ഇമ്പാക്റ്റ് ആണ്, നമ്മളിൽ ചെലുത്തിയ സ്വാധീനമാണ്. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇവരെ എന്താ പറയാ, ഈ പുതിയ കലാകാരന്മാർ അവരുടെ, അല്ലെങ്കിൽ പുതിയ നല്ല കലാകാരന്മാർ ഇവരെയൊക്കെ അനുകരിച്ച് കാണുമ്പോൾ നമുക്ക് അതിനെ എന്താ പറയാ വോമായിട്ട് വെൽക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ കോട്ടയം നസീർ അല്ലെങ്കിൽ ജയറാമൊക്കെ അപ്പൊ ഏത് വേദിയിൽ ഇപ്പൊ പോയാലും ജയറാമിനോട് ആവശ്യപ്പെടുന്ന ഒന്നാണ് പ്രേം നസീറിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ. ജയറാം എന്ന് പറയുന്നത് എത്ര വലിയ നടനാണ്, അല്ലെങ്കിൽ അതിലുപരി അതൊക്കെ എന്തൊക്കെയോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് കലാമൂല്യമുള്ള ഒരു മനുഷ്യനാണ് ജയറാം. പക്ഷെ ഇന്നും അദ്ദേഹത്തിനോട് ആദ്യം വരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് പ്രേം നസീറിന്റെ സൗണ്ട് ഒന്ന് കാണിച്ചു തരൂ എന്നുള്ളതാണ്. അല്ലെ, അദ്ദേഹം മിമിക്രിയൊക്കെ വിട്ട കാലം കഴിഞ്ഞു, പക്ഷെ എന്നിട്ടും അത് റിമെമ്പർ ചെയ്യുന്ന ആൾക്കാർ. കാരണം പ്രേം നസീറിന്റെ സൗണ്ട് അത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് ജയറാം. ഇതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു കോട്ടയം നസീറും ഉമ്മൻചാണ്ടിയുടെ സൗണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ കുട്ടിയാവുന്ന കാലത്ത്, ഐ മീൻ നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലം മുതലേ ഏറ്റവും പ്രൊമിനന്റ് ആയി ഈ മിമിക്രിയിലുള്ള രണ്ടുപേരുടെ സൗണ്ടാണ്. ഒന്ന് ഉമ്മൻചാണ്ടി, ഒന്ന് VS അച്യുതാനന്ദൻ. രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ശൈലികളാണ് കൂടുതൽ ആൾക്കാരും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം അത് ഒരു വേറിട്ട രീതിയാണ് രണ്ടുപേർക്കും. അച്യുതാനന്ദനും അതെ, ഉമ്മൻചാണ്ടിക്കും അതെ. ഒരുപാട് പേര് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോട്ടയം നസീർ അത് ചെയ്യുമ്പോൾ, ഉമ്മൻചാണ്ടിയുടെ സൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. അല്ലെങ്കിൽ ഇതേ സൗണ്ട് ചെയ്യുന്ന ഒരുപാട് പേര്, ഇപ്പൊ ഇന്നസെന്റ് ആയിട്ട് ഡ്യൂപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്. നമ്മളത് പറയുമ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല, പക്ഷെ എനിക്ക് എന്തോ രാജ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ അനുഭവിക്ക് ആ ഫേസ് മേ ബി കിട്ടിക്കാണും. കാരണം അത്രയും ഇന്നസെന്റിന്റെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് അദ്ദേഹത്തിന്റെ മുഖം തന്നെയാണ് എല്ലാവരും മനസ്സിലേക്കും അല്ലെ. അപ്പൊ അത് നമുക്ക് തരുന്ന ഓർമ്മകൾ, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. അവർ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു തോന്നല്, അല്ലെങ്കിൽ അവരുടെ ഇന്നും നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്, ആ ഫീലിംഗ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചാണ്ടി ഉമ്മനും അങ്ങനെ അത് മിമിക്രി ചെയ്ത് നിർത്തരുത്, എന്റെ അച്ഛനെ ഇനിയും അനുകരിക്കണം. പൊതുവെ നമ്മൾ ഈ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യമാണ് തോന്നാറ്, എന്താ ഇയാൾ കാണിക്കുന്നേ, എന്തിനാ ഇനി ഇമിറ്റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് അതത്രയും പ്യുവർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹം തോന്നുന്നത് കൊണ്ടല്ലേ അത് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത്.